അതായത് കോട്ടിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ല ലാലേട്ടൻ. പക്ഷേ ഒരു എന്താണ് ഖുറേഷി ഇങ്ങനെ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പരിപാടി. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ ആൻ്റണി പെരുമ്പാവൂരിനൊക്കെ അദ്ദേഹമാണ് പ്രൊഡ്യൂസർ. അദ്ദേഹം ഇതിൽ അഭിനയിച്ചിരിക്കുക, റാവുത്തർ എന്ന് പറഞ്ഞ കഥാപാത്രം. എന്തോ അത് ഇത്രയും വലിയ ഒരു പടം, ഇത്രയും മാഗ്നിറ്റ്യൂഡുള്ളൊരു പടം, പാൻ ഇന്ത്യൻ പടം, ഇതിനകത്ത് ഇത്രയും ലോകത്തുള്ള സകല ആളുകളെ പിടിച്ച് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗെയിം ഓഫ് ത്രോൺസിലെ ആൾക്കാർ വരെ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ഈ റാവുത്തർ ചെയ്യാൻ ഒരാളെ കിട്ടിയില്ലേ പൃഥ്വിരാജ് സുകുമാരന്? എന്തൊരു കോമഡി ആയിരുന്നു അറിയാം. തിയേറ്ററിൽ ആൾക്കാർ ചിരിക്കുക അദ്ദേഹത്തെ കാണുമ്പോൾ. അല്ലെ, ആ ക്യാരക്ടർ അങ്ങനത്തെ ഒരു കോമഡി കഥാപാത്രമാണെങ്കിൽ ശരി. ലൂസിഫറിൽ കുഴപ്പമില്ല, ഇങ്ങനെ കൈപൊന്തിച്ച് കാണിക്കുന്നു, കുഴപ്പമില്ല. കൈപൊന്തിച്ച് കാണിച്ച് റഫ്താര സോങ്ങിൻ്റെ ഇടയ്ക്ക് പോയി. ഇത് ഇരുന്ന് ഡയലോഗ് പറയും സീരിയസ് ആയിട്ട്. എൻ്റെ പഴയ കൊള്ള സംഗീതത്തിലേക്ക്, പഴയ നസീറിൻ്റെ കാലത്തുള്ള സിനിമയിലൊക്കെയുള്ള സീനൊക്കെ പോലെ ഇന്ദ്രജിത്ത് സുകുമാരനൊക്കെ. എന്തോ അധികം പറഞ്ഞ ഒരു മര്യാദ വേണ്ടേ? ഇങ്ങനത്തെ ഒരു സിനിമയിൽ കാണിക്കാൻ പറ്റിയ ഒരു പരിപാടിയാണോ ആൻ്റണി പെരുമ്പാവൂരിനെ കൊണ്ടുവന്നിട്ട്? ആ സുഖം അങ്ങോട്ട് പോയി, ഫ്ലോ അങ്ങ് പോയി. ഓൾറെഡി ഞാൻ പറഞ്ഞില്ല, ഖുറേഷിനെ കണ്ടിട്ട് ഇങ്ങനെ ഖുറേഷിക്ക് വയ്യേ എന്ന് തോന്നിപ്പിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് റാവുത്തർ എന്ന് പറഞ്ഞ ആൻ്റണി പെരുമ്പാവൂരിനെ കൊണ്ടുവന്ന് പറയിപ്പിച്ചതാണ്, സീരിയസ്ലി പറയിപ്പിച്ചതാണ്. പിന്നെ ഈ ഗോവർദ്ധന ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രം ഖുറേഷിനെ കാണുന്നൊരു സീൻ കണ്ടപ്പോൾ ശരിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാറ്റിയിട്ട് നിഴലായി പ്രേതപ്പാട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഖുറേഷിൻ്റെ പ്രേതത്തെ കാണുമ്പോഴുണ്ട്. കറക്റ്റ് ഖുറേഷിന് വിരുന്ന് പോകുന്നു. അതും ട്രെയിലർ കാണിച്ചിട്ടുള്ള ഒരു ഐക്കോണിക് ഷോട്ടാണത്, ഒരു ഐക്കോണിക് ഷോട്ട്. അതാണ് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത്. എനിക്കറിയില്ല എന്താണ് സംഭവിച്ചത്. അതിനുശേഷം അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സഞ്ചാരി എന്നൊക്കെ പറയുന്ന പാട്ട് ഈ സിനിമയിൽ L2 എമ്പുരാൻ്റെ അകത്തുള്ളൊരു പാട്ട്, ഒരു പരിപ്പുവട സിനിമയിൽ പോലും ഇടാത്ത അത്രയും മോശം ഒരു പാട്ട്. ഇതിൽ സ്കോറിങ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 30 മിനിറ്റ് സീനിലൊക്കെ ദീപക് ദേവ് ഗംഭീര സ്കോറിങ്ങാണ്. ലാലേട്ടൻ്റെ ഖുറേഷിയുടെ ഇൻട്രോയ്ക്കകത്തുള്ള കൊടുത്തിട്ടുള്ള സ്കോർ എന്ന് പറഞ്ഞാൽ വളരെ മോശം, വെരി പൂർ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഒരു ഇമ്പാക്റ്റും ഇല്ല. ഇങ്ങനത്തെ ഒരു സിനിമയിൽ മറ്റേ അനിരുദ്ധും ഇവരൊന്നും ചെയ്യുമ്പോൾ ചെയ്യണമെന്നല്ല പറയുന്നത്, പാട്ടേടി വേണമെന്നല്ല പറയുന്നത്. ആ സ്കോറൊന്ന് കേട്ട് നോക്കിയാൽ മനസ്സിലാവും എന്ത് സ്കോറാണ് അത്. ലാലേട്ടൻ്റെ ഖുറേഷി ഇബ്രാഹിം വന്ന സമയത്ത് ലൂസിഫറിൽ അവസാന ഖുറേഷി വരുന്ന സ്കോറിൻ്റെ ഇടയിലെത്താൻ പറ്റൂല. എന്തോ ഒരു സ്കോർ, എന്തോ ഇട്ട് വെച്ചേക്കുന്നു. അതുപോലൊക്കെ തന്നെയാണ് പിന്നീടും ഈ പാട്ട് എന്ത് പാട്ടാത്? പൈജു തട്ടുകടന്ന് പഴംപൊരി ചായ കുടിക്കുന്ന സീനിൽ പാട്ടിട്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ്റെ സീൻ, ഖുറേഷിയുടെ സീനിൽ ഈ പാട്ട് സഞ്ചാരി എന്തോ പാട്ടിന് ഓർമ്മയില്ല, എൻ്റെ ട്യൂൺ ഓർമ്മയില്ല, അങ്ങനെ ഒരു പാട്ട്. എന്താ അലുവയും മത്തിക്കറിയും പോലെ. ഒരു ബന്ധവുമില്ല. പാട്ടും സീൻസും തമ്മിൽ ഒരു ബന്ധവുമില്ല. പൃഥ്വിരാജ് സുകുമാരൻ തന്നെയാണ് അത് ചെയ്തതെന്ന് തോന്നിപ്പോയി. അദ്ദേഹം ഒരു മിനിമം സെൻസുള്ള ഒരാളല്ലേ. അദ്ദേഹം എടുത്തു വെച്ചിരിക്കുന്ന ഒരു